ഫലസ്തീൻ പ്രശ്നപരിഹാരം കൂടാതെ പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിക്കില്ല. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റയീസിയുടെയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെയും ഫോൺ സംഭാഷണത്തിൽ ഇരു നേതാക്കളും അഭിപ്രായപ്പെട്ടത് ഒരേ കാര്യം തന്നെ: ഫലസ്തീൻ സ്വതന്ത്രമാകാതെ ശാശ്വത പരിഹാരം സാധ്യമാകില്ല. ഗസയിൽ അടിയന്തര വെടിനിർത്തൽ അനിവാര്യമാണെന്നും ഇരു നേതാക്കളും അഭിപ്രായപ്പെട്ടു. ഡമസ്കസിൽ എംബസി കെട്ടിടം ആക്രമിച്ചതിന് പകരമായി ഇസ്രയേലിൽ ഡ്രോണുകളും മിസൈലുകളും അയച്ച് ഇറാൻ പകരം വീട്ടിയതിനു പിന്നാലെ പശ്ചിമേഷ്യയിലേക്കാണ് ലോകശക്തികളുടെ ആശങ്കയെല്ലാം. ഗസയിലെ വംശഹത്യക്കെതിരായ ആഗോള സമ്മർദ്ദം ശക്തമായി നിലനിൽക്കുന്ന ഘട്ടത്തിൽ ആക്രമണം ഇറാനെതിരെയാകുമ്പോൾ യുഎസും ബ്രിട്ടനും അടക്കം നേരിട്ട് പങ്കാളിയാകുമെന്ന പ്രതീക്ഷയിൽ ഇസ്രയേലും നിലകൊള്ളുന്നു. ഇറാനെ ഉടൻ തിരിച്ചടിക്കുന്നത് ആലോചിക്കാൻ പലവട്ടം ഇസ്രയേൽ യുദ്ധമന്ത്രിസഭാ യോഗം ചേരുകയും ചെയ്തു. എന്നാൽ ഗസയിൽ നിന്ന് ഇറാനിലേക്ക് യുദ്ധം വ്യാപിക്കുമ്പോൾ കാര്യങ്ങൾ കൈവിടുമെന്ന കനത്ത ആശങ്ക വൻ ശക്തിരാജ്യങ്ങൾക്കുണ്ട്. ആക്രമണത്തിന് കൂടെ ഉണ്ടാകില്ലെന്ന് US ഇസ്രായേലിനോട് വ്യക്തമാക്കി കഴിഞ്ഞു. ഇറാനെ തിരിച്ചാക്രമിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സമ്മർദ്ദവും ചെലുത്തുന്നുണ്ട് US. ഇസ്രായേലിനൊപ്പം USഉം ബ്രിട്ടനും ഫ്രാൻസും അടക്കം ചേർന്നായിരുന്നു ഇറാനിൽ നിന്നുള്ള 300ഓളം ഡ്രോണുകളും മിസൈലുകളും നിർവീര്യമാക്കിയത്. ഒന്നെങ്കിലും ജനവാസ കേന്ദ്രത്തിൽ വീണ് കൂടുതൽ പേർ മരിച്ചാൽ സ്ഥിതി ഗുരുതരമാകുമായിരുന്നു. ഏതുതരം തിരിച്ചടിയും അതിഗുരുതര പ്രത്യാഘാതം വിളിച്ചു വരുത്തുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത് കണക്കിലെടുത്ത് ജപ്പാൻ വിദേശകാര്യ മന്ത്രി യോക്കോ കാമികാവ, ചൈനീസ് മന്ത്രി വാങ് യി എന്നിവർ ഇറാൻ മന്ത്രിയെ വിളിച്ച് സമാധാനം പാലിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പശ്ചിമേഷ്യയിൽ ഇനിയും സംഘർഷം തുടർന്നാൽ വിനാശകരമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുമെന്ന് പുടിനും മുന്നറിയിപ്പ് നൽകി. എല്ലാ കക്ഷികളും സംയമനം പാലിക്കുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചു. കഴിഞ്ഞ വാരാന്ത്യത്തിൽ ഇസ്രയേലിനെ ലക്ഷ്യമാക്കി ഡ്രോണുകളും മിസൈലുകളും ഇറാൻ തൊടുത്തതോടെയാണ് സ്ഥിതി വഷളായത്. 300-ലധികം മിസൈലുകളാണ് ഇറാൻ തൊടുത്തത്. സിറിയയിലെ കോൺസുലേറ്റിന് നേരെ ഇസ്രയേൽ നടത്തിയ മാരകമായ വ്യോമാക്രമണത്തിന് തിരിച്ചടിയായിട്ടായിരുന്നു ഇറാന്റെ മിസൈൽ ആക്രമണം. ഇസ്രയേലി പാർലമെന്റിന് സമീപം മിസൈലുകൾ വരുന്നതും അതിനെ സൈന്യം നിർവീര്യമാക്കുന്നതിന്റെയും എല്ലാം വീഡിയോകളും പുറത്തു വന്നിരുന്നു. എന്നാൽ ഇറാന്റെ ആക്രമണത്തിൽ ചെറിയ നാശനഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടായതെന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത്. ഈ ആക്രമണം ഇസ്രയേൽ ക്ഷണിച്ചു വരുത്തിയതാണെന്ന് റയീസി പുടിനുമായുള്ള സംസാരത്തിൽ വ്യക്തമാക്കിയിരുന്നു. സംഘർഷം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ താൽപ്പര്യപ്പെടുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. റഷ്യയും ഇറാനും അടുത്ത സൈനിക രാഷ്ട്രീയ സഖ്യകക്ഷികളാണെന്നും ഇറാന്റെ അഭ്യർത്ഥന മാനിച്ചാണ് പുടിൻ ഫോണിൽ സംസാരിച്ചതെന്നുമാണ് റിപ്പോർട്ടുകൾ.